चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताक स्वामिन् इति नामिने। नमः ओमाचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 3-ാമത്തെ ശ്ലോകം വരെയാണ് എടുത്തു നിർത്തിയത്. അതിൽ നമ്മൾ പ്രധാൻ അല്ലെങ്കിൽ മഹത് ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു. ഈ പ്രധാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൗതിക പ്രകൃതിയുടെ മൂല അവ്യക്തമായിട്ടുള്ള അവസ്ഥയാണ് പ്രധാൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ത്രിഗുണങ്ങൾ ഒരുപോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ സൃഷ്ടിക്ക് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ സൃഷ്ടി നടന്നിട്ടില്ല. ഭഗവാന്റെ ശക്തിയാണ് ഏത്? ഈ പ്രധാൻ എന്ന് പറയുന്നത്. അപ്പം ഭഗവാനെ ഇതിലെ ജീവാത്മാക്കളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജീവാത്മാക്കൾ ഇല്ലെങ്കിൽ സൃഷ്ടി നടക്കുമോ? ഇല്ല. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് വസിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല പ്രധാൻ അല്ലെങ്കിൽ മഹത്തത്വം എന്ന്, ഇല്ലേ? അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ബ്രഹ്മമാണ്. ഈ പ്രധാൻ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മമാണ്. അപ്പം ഈ പ്രധാനിലെ എല്ലാ യോനികളും വഹിക്കുന്നുണ്ട്. 84 ലക്ഷം സ്പീഷീസും എവിടെയുണ്ട്? ഈ പ്രധാനില് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ശക്തിയാണ് ഈ പ്രധാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ചുറ്റും എന്ത് കണ്ടാലും അതിന് എന്തുണ്ട്? നാമമുണ്ട്, രൂപമുണ്ട്. നാമം എന്ന് ഉദ്ദേശിക്കുന്നത് ശബ്ദമെന്നും അതിന് അർത്ഥമുണ്ട്. പക്ഷെ പ്രധാനില് നാമരൂപമോ യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിനെ അവ്യക്തമെന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് മണ്ണ് പല രൂപത്തില് കാണപ്പെടും, ഇല്ലേ? കലമായിട്ടും കുടമായിട്ടും ചട്ടികളായിട്ട് ഫ്ലവർ വൈസ് ആയിട്ട് അങ്ങനെ ഏത് രൂപം നമുക്ക് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെയാണ് ഈ പ്രധാൻ എന്ന് പറയുന്നത്. ഈ പ്രധാനിൽ നിന്നാണ് ഈ സൃഷ്ടിയിലെ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും നമുക്ക് ലഭിക്കുന്നത്. എവിടെ നിന്നാണ്? ഈ പ്രധാനിൽ നിന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? നാമം രൂപവും എല്ലാം തന്നെ കിട്ടുന്നത്. അപ്പൊ ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നാ വരുന്നത്? പ്രധാനിൽ നിന്ന് അല്ലെങ്കിൽ മഹത്തത്വത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ മഹത്തത്വത്തില് ജീവാത്മാക്കളെ ഭഗവാൻ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. നമ്മൾ കാരണമാണ് ഇവിടെ സൃഷ്ടി ഉണ്ടാകുന്നത്. നമ്മളില്ലെങ്കിൽ, ജീവാത്മാക്കൾ ഇല്ലെങ്കിൽ സൃഷ്ടിയില്ല. അപ്പം അങ്ങനെയുള്ള ആ പ്രധാനിൽ നിന്നാണ് അണു മുതൽ ബ്രഹ്മാവ് വരെ വരുന്നത്. ബ്രഹ്മാവിന്റെ ശരീരവും എന്താണ്? ഭൗതിക ശരീരമാണ്. നമ്മളുടേതും ഭൗതിക ശരീരമാണ്. പക്ഷെ ഭഗവാന്റേതോ? ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്.
നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആവരണം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാപ്രഭു പറയുന്നത് എന്താ? താരേ കഹോ യാരേ കഹോ താരേ ദേഖോ യാരേ കഹോ കൃഷ്ണ ഉപദേശ്. ആരെ കണ്ടാലും ഭഗവാനെ കുറിച്ച് പറയുക എന്ന് പറയുന്നത്. മഹാപ്രഭു ആഗ്രഹിച്ചത് എന്താണ്? ഈ ഭാരതഭൂമിയിലുള്ള ഓരോരുത്തരും ആധ്യാത്മിക ഗുരുക്കന്മാരായി തീരണം. അതുകൊണ്ടാണ് മഹാപ്രഭു പറയുന്നത് ആരെ കണ്ടാലും ഭഗവാനെ കുറിച്ച് പറഞ്ഞ് അവരെ ഭഗവാനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന്. അപ്പം സൃഷ്ടിക്ക് കാരണം എന്താണ്? ജീവാത്മാക്കളാണ് എന്ന് നമുക്ക് ഈ മഹത്തത്വം അല്ലെങ്കിൽ പ്രധാനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭഗവാനെ ആശ്രയിക്കുന്നതല്ലേ നല്ലത്, ഇല്ലേ? ഭഗവാൻ ഈ പ്രധാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനൊക്കെ ഉപരിയായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അതായത് 2:41 വ്യവസായികാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹനന്ദാശ്ചോ ബുദ്ധയോരവ്യവസായിന്യം. അതായത് ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടിയവര് കൃഷ്ണാവബോധത്തിൽ വന്ന് ഭഗവാനെ ആരാധിക്കും, ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് തങ്ങളുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാന് പരിശ്രമിക്കും. അല്ലാത്തവരോ ബഹുശാഖ ഹെനന്താശ്ച, അങ്ങനെയുള്ളവരുടെ ബുദ്ധി അനേകം ശാഖകളോട് കൂടിയതാണ്. അതായത് അവരൊന്നിലും ഉറച്ചു നിൽക്കില്ല. അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവര് പല ദേവീദേവന്മാരുടെ അടുക്കൽ പോയി അത് അവരെ എന്തിനെ ഇടയാക്കുന്നു? ഈ ഭൗതിക പ്രകൃതിയില് കുടുങ്ങിക്കിടക്കാൻ അത് കാരണമാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ഭഗവാന് ഈ ഭൂമിരാപോ അനലോ വായു 7:4 പറയുന്നുണ്ട്. ഈ ഭൂമിരാപോ അനലോ വായു ഇതെല്ലാം ഭഗവാന്റെ ഭിന്ന പ്രകൃതികളാണെന്ന് പറയുന്നുണ്ട്. ഭിന്ന പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസത്ത് അച്ചിത്ത് നിരാനന്ദമാണ്. ഭഗവാനാണെങ്കിലോ സച്ചിദാനന്ദ സ്വരൂപനാണ്. സത്ത് ചിത്ത് ആനന്ദം, ഇതാണ് ഭഗവാന്. അപ്പം നമ്മളാണെങ്കിലോ 7:5 തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അർജുനനോട് എനിക്കിത് കൂടാതെ ഒരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആരാണ്? നമ്മള് ജീവാത്മാക്കളാണ്. അങ്ങനെയുള്ള ഉത്തമ പ്രകൃതിയായിട്ടുള്ള ജീവാത്മാക്കള് പരമദിവ്യോത്തമ പുരുഷന്റെ ഇച്ഛയാൽ ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കം പുലർത്തുകയും അങ്ങനെ നമ്മളെല്ലാം ഈ ഭൗതിക പ്രകൃതിയില് നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ അവശേഷിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഭൗതിക പ്രകൃതിയുമായിട്ട് നമ്മൾ അതിലെ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധമാകുമ്പോൾ നമ്മൾ നമ്മളുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാ ബ്രഹ്മ മഹദ്യോനിരഹം ബീജ പ്രദാപിത. പ്രദാപിത, ഞാനാണ് പിതാവ്. ഭൗതിക പ്രകൃതി നമ്മളുടെ അമ്മയാണ്. ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവവർഗങ്ങൾക്കെല്ലാം ഈ നൽകിയത് ആരാണ്? ഭഗവാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മളുടെ മാതാവും പിതാവും ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ മായ, പിതാവ് ഭഗവാൻ തന്നെയാണ്. അപ്പം ശ്രീകൃഷ്ണ ഭഗവാനാണ് ജീവസത്തകൾക്കെല്ലാം ആദ്യ പിതാവെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ജീവസത്തകൾ ഉണ്ടാകുന്നത്? ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള പ്രകൃതികളുടെ സംയോഗത്താലാണ് ജീവസത്തകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ജീവസത്തകൾ ഈ ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ഈ കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങളിലും അവരവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ രൂപത്തില് ഈ ജീവാത്മാക്കള് കാണപ്പെടുന്നുണ്ട്. ഭൂമിക്കുള്ളിലും വെള്ളത്തിലും അഗ്നിയിൽ പോലും ജീവജാലങ്ങളുണ്ട്. അപ്പം പ്രകൃതി മാതാവിന്റെ ശക്തിയുടെയും കൃഷ്ണന്റെ ബീജാവാപ പ്രക്രിയയുടെയും ഫലങ്ങളാണ് ഈ ആവിർഭാവങ്ങൾ. അതായത് ജീവജാലങ്ങളെല്ലാം തന്നെ അവരവരുടെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചിട്ട് വ്യത്യസ്ത രൂപങ്ങളില് ജീവാത്മാക്കള് ഈ ഭൗതിക പ്രകൃതിയില് പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയും ഇങ്ങനെ ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറാതെ ആ
ശ്രീകൃഷ്ണ ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് നമ്മൾ എത്രയും വേഗം നമ്മളുടെ കർമ്മഫലങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുക. അതിനായിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് മനുഷ്യജന്മം തന്നിരിക്കുന്നത്. കാരണം നമുക്കറിയില്ല, നമ്മൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം ഉപയോഗിച്ചിട്ട് ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്ത കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം മോചിതരായിട്ട് ഭഗവാന്റെ ധാമത്തില് തിരിച്ചു വരവില്ലാത്ത ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരുക. അപ്പം നമുക്ക് ദേവന്മാർ മുതൽ ഒരു പുല്ല് വരെ നമുക്ക് എല്ലാ യോനികളിലും സ്ഥാവര ജംഗമങ്ങളായിട്ട് എല്ലാത്തിനും ശരീരം കിട്ടുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ശരീരത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം എന്താണ്? മഹത്തത്വമാണ്, പ്രധാനാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത ശ്ലോകം. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യേയം. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗം ഉണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. അപ്പം നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്ന് ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായിട്ട് ചേരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ബന്ധനസ്ഥരായിട്ട് കുരുങ്ങി കിടക്കുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണ്? നമ്മൾ തന്നെയാണ്, നമ്മളുടെ പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് ഭഗവാൻ ഇതിലെ ജീവാത്മാക്കളെ കുടുക്കിയത്. അപ്പം നമ്മൾ എന്താണ് ആഗ്രഹിച്ചത്? നമ്മളെ എല്ലാത്തിനെയും നിയന്ത്രിക്കാന് നമ്മൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പെട്ടുപോയത്. അതേസമയം ആധ്യാത്മിക ലോകത്തിലാണെങ്കിൽ, ആധ്യാത്മിക ലോകത്തിൽ എല്ലാവരും ഭഗവാനെ സേവിച്ച് ആനന്ദം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ നേരെ തിരിച്ചിട്ടാണ്. ഇവിടെ എല്ലാത്തിനെയും നമ്മൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ആനന്ദം അനുഭവിക്കാന് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യഥാർത്ഥ ആനന്ദം എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിലാണ്. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ചിലപ്പോൾ ഒരു നിമിഷത്തേക്കേ കാണുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ കൂടാതെ നമുക്ക് യഥാർത്ഥ ആനന്ദം കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അഭൗതികനാണ്. അതുകൊണ്ട് ജീവാത്മാവിനെ ഭൗതിക പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ജീവാത്മാക്കൾ എന്ന് പറയുന്നത് എറ്റേണലാണ്, ശാശ്വതരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭൗതിക പ്രകൃതിയുമായിട്ട് ബന്ധമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ബന്ധപ്പെടുന്നു ഭൗതിക പ്രകൃതിയുമായിട്ട്? നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ ഇതില് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ത്രിഗുണങ്ങളുമായിട്ട് ആ ബന്ധനത്തിലാകുന്നു. അങ്ങനെ നമ്മൾ വ്യാമോഹത്തില് പെടുകയാണ് ചെയ്യുന്നത്. അപ്പം വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലാണ് അവ കുടികൊള്ളുന്നത്. അതായത് നമ്മളുടെ പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ശരീരം കിട്ടുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ സുഖവും ദുഃഖങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് കാരണമാണ്. അതായത് നമ്മൾ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഒരു ജയില് പോലെയാണ്. ജയിലില് കുറ്റവാളികൾ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ അവിടെ ഇടുന്നത്? അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലേ? അവരുടെ ദുസ്വഭാവങ്ങളൊക്കെ പോയി അവര് നന്നായി വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിയമം അനുസരിച്ചിട്ട് ശിക്ഷ വിധിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ തെറ്റുകാരാണ്, നമ്മൾ തെറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ശിക്ഷയാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ വന്ന് ക്ലേശങ്ങളുടെ രൂപത്തിലും സുഖത്തിന്റെ രൂപത്തിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? ഇവിടെയാണ് അത്യാനന്ദം, ഈ ആനന്ദം എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ള ഒരു ഇല്യൂഷനില്, വ്യാമോഹത്തില് പെടുകയാണ് ജീവാത്മാക്കള് ചെയ്യുന്നത്. അപ്പം ഭഗവാന് ജീവാത്മാക്കളെ, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷെ നമ്മളോ ഒരിക്കലും നന്നാവില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു കാലത്തും ശരിയാവില്ല. പിന്നെയും നമ്മളുടെ പ്രവൃത്തികൾ എന്താണ്? ഇവിടെ കുടുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് നമ്മളുടെ ഓരോ പ്രവൃത്തികളും. അപ്പൊ നമ്മൾ ഇതെല്ലാം വിട്ട് പരമസത്യമായിട്ടുള്ള ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു അവസാനം ഇടാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മള് ഭഗവാനെ വിട്ട് ആനന്ദം അനുഭവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഭഗവാനെ വിട്ടിട്ടുള്ള ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നോക്കിയാല് ഈ സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായത് എന്താണ്? മിഥ്യാഹങ്കാരമാണ്.
ആ മിഥ്യാഹങ്കാരം കൊണ്ടാണ് നമ്മൾ ഈ ഭൗതികതയിൽ പെട്ടുപോയത്. അതായത് നമ്മള് എന്താണ് മിഥ്യാഹങ്കാരം എന്ന് വെച്ചാല് നമ്മള് ഭഗവാന്റെ നിത്യസേവകരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ മിഥ്യാഹങ്കാരം കൊണ്ട് നമ്മളത് മറന്നു. എന്തുകൊണ്ടാണ് മിഥ്യാഹങ്കാരം ഉണ്ടായത്? നമ്മൾ ഈ ത്രിഗുണങ്ങളിൽ പെടുന്നത് കൊണ്ടാണ്. അപ്പൊ അത് മറന്നിട്ട് നമ്മള് അതാണ് ഇതാണ് എന്നുള്ള ഇതിലാണ്, ആ ഒരു ഇല്യൂഷനിൽ പെട്ടിട്ടാണ് നമ്മൾ ഇവിടെ കഴിയുന്നത്. നമ്മളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരീരമാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണ്, പാകിസ്ഥാൻകാരനാണ്, ഞാൻ വെളുത്തതാണ്, കറുത്തതാണ്, ഇങ്ങനെയുള്ള ചിന്തകളാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പെടുന്നത്. നമ്മൾ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും ഈ മിഥ്യാഹങ്കാരം കൊണ്ടാണ്. അപ്പം പിന്നീട് സ്ഥൂല ശരീരത്തിന് സൂക്ഷ്മ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഇല്ലേ? മൂലകങ്ങള് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്ഥൂല ശരീരം എന്ന് പറയുന്നതാണ് ഒരു കവറിങ്, അല്ലെങ്കിൽ ഒരു ആവരണം മാത്രമാണ് നമ്മളുടെ ഈ ശരീരം, പുറമേ കാണുന്ന ഈ ശരീരം പറയുന്നത്. അതൊരു ആവരണമാണ്. അപ്പം ആ ശരീരത്തിലാണ് ഫോൾസ് ഈഗോ, അതായത് മിഥ്യാഹങ്കാരം, ത്രിഗുണങ്ങളെ ഇതെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ സത്വഗുണത്തിലായിരിക്കാം, ചിലപ്പോൾ രജോ ഗുണത്തിലായിരിക്കാം, ചിലപ്പോൾ തമോ ഗുണത്തില് ആയിരിക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഭഗവാനെ പഴിചാരിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്ക് ഇവിടെ വരേണ്ടി വന്നതും നമ്മൾ ഇതിലെല്ലാം പെടുന്നതും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെതിരെ പോരാടുകയാണ് ചെയ്യേണ്ടുന്നത്. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഇതൊന്നും അല്ല, നമ്മൾ ഭഗവാന്റെ സേവകരാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇതിനെതിരെല്ലാം പോരാടി നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനും നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഭക്തിയുടെ സേവനം. അതിനു വേണ്ടിയിട്ടാണ് ഭക്തിയുടെ സേവനം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളുടെ ആ ഭക്തിയുടെ സേവനം ചെയ്ത് നമ്മൾ ആ സ്വരൂപ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഭഗവാന്റെ ഒരു അംശമാണ്. മമൈവാംശോ ജീവലോകെ, നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ അംശത്തിനെ പൂർണ്ണതയിൽ എത്തിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ത്രിഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിൽ 6, 7, 8 ഈ ത്രിഗുണങ്ങളെ കുറിച്ചിട്ടാണ് വ്യക്തമാക്കുന്നത്. തത്ര സത്വം നിർമ്മലത്വം പ്രകാശകവനാമയം സുഖസംഘേന ബധ്നാതി ജ്ഞാനസംഘേന ചാനഘ. അപ്പൊ ഇവിടെ പറയുകയാണ്, അനഘ എന്ന് പറഞ്ഞാല് പാപമില്ലാത്തവനെ, പുണ്യാത്മാവെ, ഹേ പുണ്യാത്മാവെ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. അപ്പൊ ഈ ത്രിഗുണങ്ങൾ എല്ലാവരിലും ഉണ്ട്. സത്വം, രജസ്, തമസ് ഇതെല്ലാം ജീവാത്മാക്കളിലും ഉണ്ട്. പക്ഷെ ഇതിന്റെ അളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും. സത്വഗുണം മാത്രമായിട്ടുണ്ടാവില്ല, രജോ ഗുണം മാത്രമായിട്ടും ഉണ്ടാവില്ല, തമോ ഗുണികളായിട്ടും മാത്രമായിട്ടും ആരും ഉണ്ടാവില്ല. ഇത് നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഉള്ളില് ഇതിന്റെ അളവ് ഏറിയും കുറഞ്ഞു വിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ, അതായത് നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ നമുക്ക് സാധിക്കും. ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്ത് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഇല്ലാതാക്കി, അതായത് കർമ്മഫലം ഇല്ലാതാക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഇല്ലാതാകും. അങ്ങനെ നമുക്ക് സത്വഗുണത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. സത്വഗുണത്തിൽ നിന്ന് നമ്മള് വിശുദ്ധ സത്വത്തിലേക്ക് കടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ സത്വഗുണത്തിലുള്ളവരുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവരെ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. സത്വാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ബദ്ധരാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സത്വഗുണത്തിൽ എത്തിയാൽ നമുക്ക് മോചിതരായി എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. അവിടെയും നമ്മളെ കുടുക്കിയിടാൻ അവിടെയും കാരണങ്ങളുണ്ട്. അപ്പം ഭൗതിക പ്രകൃതിയാൽ ബദ്ധരായ ജീവസത്തകൾ പലതരത്തിലുണ്ട്. ചിലരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടാവും. മറ്റു ചിലർക്കോ സുഖവും ദുഃഖവും ഇടകലർന്ന ജീവിതമായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഒരാൾ സന്തുഷ്ടനായിരിക്കും,
മറ്റൊരാൾ കർമ്മനിരതനും ഇനി ഒരാൾ നിസ്സഹായനും ആയിരിക്കാം. ഇത്തരം മാനസികാവസ്ഥാ ഭേദങ്ങളാണ് ജീവസത്തകളുടെ പ്രകൃതിയിലെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം. അപ്പം നമ്മൾ ഈ ത്രിഗുണങ്ങളിൽ പെടുന്നത് കൊണ്ടാണ് നമ്മൾ ബന്ധനത്തിലാകുന്നത്. ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്, ഇല്ലേ? അപ്പൊ എങ്ങനെയാണ് ബദ്ധരായിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് സത്വഗുണം എടുക്കാം. ഭൗതിക ലോകത്തില് സത്വഗുണം വളർത്തിയെടുത്തതിന്റെ ഫലം എന്തെന്നാല്, അങ്ങനെ ആ സത്വഗുണത്തിലെത്തിയ വ്യക്തി എങ്ങനെയുള്ളവരായിരിക്കാം? മറ്റുള്ളവരെക്കാട്ടിലും ബുദ്ധിമാന്മാരായിരിക്കും. സത്വഗുണത്തിലുള്ള ഒരാളെ ഭൗതിക ദുഃഖങ്ങൾ ബാധിക്കുന്നില്ല. കാരണം എന്താണ്? ആ സത്വഗുണത്തിലുള്ളവർക്ക് ജ്ഞാനം കൂടിയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതിനെ മറികടക്കാനുള്ള കഴിവ് അവർക്ക് കിട്ടിയിരിക്കും. അപ്പം ആ എങ്ങനെയുള്ള ജ്ഞാനമാണ്? ഭഗവത് ജ്ഞാനം ആയിരിക്കില്ല, ഭൗതികമായിട്ടുള്ള ജ്ഞാനമായിരിക്കാം. ആ ഭൗതിക ജ്ഞാനത്തിൽ ആ വ്യക്തി പുരോഗമിക്കുന്നുണ്ടാവാം. അപ്പം അതിനാണ് ഇപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാല് ബ്രാഹ്മണര് സത്വഗുണികളാണ്, സാത്വികരാണ് അവര്. അപ്പം ആ സത്വഗുണം വന്നു കഴിഞ്ഞാല് പാപപ്രതികരണങ്ങൾ അവരില് കുറവായിരിക്കും. പക്ഷെ അവരത് ശരിയായ രീതിയിൽ ആ സത്വഗുണം ആ സാത്വിക അവസ്ഥയിൽ എത്തിയിട്ട് അത് ശരിയായ രീതിയിൽ അവര് വിനിയോഗിക്കുന്നില്ല എങ്കില് അവര് പിന്നീട് അധപതിക്കുകയും ചെയ്യും. അപ്പൊ സത്വഗുണത്തിൽ എത്തിയെന്ന് വെച്ചിട്ട് പരിപൂർണരാകുന്നില്ല. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം സാത്വികരായ വ്യക്തികളെ മനസ്സിലാക്കുന്നുണ്ട്, ഭൗതികമായിട്ടുള്ളതെല്ലാം ക്ഷണികമാണ് എന്നുള്ള ബോധം അവർക്കുണ്ട്. അപ്പൊ അവരാ ബോധം കിട്ടിക്കഴിഞ്ഞാൽ അവരാ സത്വഗുണത്തിൽ കൂടി ആധ്യാത്മികതയിലേക്ക് കടന്നെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാന് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ ജ്ഞാനം കൊണ്ടാണ് അവര് സന്തുഷ്ടരായിട്ട് ഇരിക്കുന്നത്. സത്വഗുണം കൂടിക്കഴിഞ്ഞാല് എന്ത് കിട്ടുന്നു? ജ്ഞാനം കിട്ടുന്നു, ആനന്ദം കിട്ടുന്നു സത്വഗുണികൾക്ക് എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക ഈ ഒരു പോയിന്റ്. അപ്പം ഇവിടെയും കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണെന്നാണ് അടുത്ത പാരഗ്രാഫില് പറയുന്നത്. അപ്പൊ സത്വഗുണത്തിൽ എത്തിച്ചേർന്നാല് നമുക്കൊരു അഹങ്കാരം വരും. എന്താണ്? മറ്റുള്ളവരെക്കാട്ടിലും ജ്ഞാനം കൂടുതലാണ് എന്നുള്ള നമ്മൾ വലിയ പണ്ഡിതനാണ് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം എടുത്തു കഴിഞ്ഞാല് സയന്റിസ്റ്റ്, ഇല്ലേ, തത്വചിന്തകർ, ഇവർക്കൊക്കെ സത്വഗുണികളാണ്. പക്ഷെ ആ സത്വഗുണം കൊണ്ട് അവർക്ക് അഹങ്കാരമാണ് വരുന്നത്. അവർക്ക് മിക്കവാറും സയന്റിസ്റ്റുകൾക്കൊന്നും ഈശ്വരവിശ്വാസമില്ല, തത്വചിന്തകർക്കും ഇല്ല, ദൈവമില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷെ അവരില്ല സത്വഗുണം കൂടി അവർക്ക് ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം എന്താണ്? ഭൗതിക ജ്ഞാനമാണ്, ഇല്ലേ? ശ്രീല പ്രബോധര് പറയുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാരൊക്കെ അവര് പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ അവരെന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടോ? ഇല്ല. ഓൾറെഡി ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് അവര് കണ്ടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അവര് പുതിയതായിട്ട് ഒരു വസ്തുക്കളും കണ്ടുപിടിക്കുന്നില്ല. ചന്ദ്രനിൽ പോയി എന്ന് പറയുന്നു, പ്രഭുപാദർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ആർക്കും അങ്ങനെ മറ്റു ലോകങ്ങളിലേക്ക് ഈ ശരീരത്തോടെ പോകാൻ സാധിക്കില്ല എന്ന്. അവര് പോയത് ചന്ദ്രനിലല്ല എന്ന ശ്രീല പ്രഭുപാദരെ ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ പലയിടത്തും കണ്ടു. അവര് വേറെ ഏതോ സ്ഥലത്ത് എത്തിച്ചേർന്നതാണ്. കാരണം നമ്മളുടെ ഈ സ്ഥൂല ശരീരം വെച്ചിട്ട് ഒരിക്കലും ഉപരിലോകങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അവരെന്താണ്? അവര് ശ്രേഷ്ഠരാണ് എന്നാണ് സത്വഗുണികൾ വിചാരിക്കുക. അപ്പൊ അത് തന്നെ ആ ഒരു അഹങ്കാരം. എന്തുകൊണ്ടാണ് ഈ അഹങ്കാരം വരുന്നത്? അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിലും അവര് അജ്ഞരാണ്, അജ്ഞതയിലാണ് അവര്. അതുകൊണ്ടാണ് അവർക്ക് അഹങ്കാരം വരുന്നത്. ആ അഹങ്കാരം തന്നെ അവരുടെ അധപതനത്തിന് കാരണമാകുന്നു. അവര് ഇരുകൂട്ടരും തങ്ങളുടെ അറിവിനെ പറ്റി അഹങ്കരിക്കുന്നു. ജീവിത ചുറ്റുപാടുകൾ സ്വാഭാവികമായി മെച്ചപ്പെടുന്നത് കൊണ്ട് അവർക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ അവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കിട്ടും. പക്ഷെ അത് പരിപൂർണതയിൽ എത്താൻ സഹായിക്കുമോ? ഇല്ല. ബദ്ധമായ ജീവിതത്തിലെ ഉയർന്ന സന്തുഷ്ടതാ ബോധം ഭൗതിക പ്രകൃതിയുടെ സത്വഗുണത്താൽ അവരെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സത്വഗുണത്തിൽ എത്തിയാലും നമ്മൾക്കിവിടെ ബന്ധനാവസ്ഥയിൽ കിടക്കാനേ ആ സത്വഗുണം നമ്മളെ സഹായിക്കുകയുള്ളൂ. അങ്ങനെ സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് അവർ ആകൃഷ്ടരായി തീരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ആകൃഷ്ടരായിരിക്കുന്നിടത്തോളം കാലം അവർക്ക് വീണ്ടും വീണ്ടും ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശരീരം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം എന്താണ്? അവരാ ബുദ്ധി കൊണ്ട് ഉയരത്തിലേക്ക് എത്താൻ അവര് പരിശ്രമിക്കുക ചെയ്യുക. അവർക്ക് അപ്പൊ ആ ബുദ്ധി കൊണ്ട് ഉയരത്തിലെത്താൻ ശ്രമിക്കും തോറും അവരുടെ ഉള്ളിൽ എന്തു വരും? ആഗ്രഹങ്ങള് കൂടി കൂടി വരും.
ആ ആഗ്രഹം നേടിയെടുക്കാൻ, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവർക്ക് കഴുതയെ പോലെ അധ്വാനിക്കേണ്ടി വരുന്നു. അപ്പം അവർക്ക് ഈ ത്രിഗുണങ്ങളാൽ അവര് ബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ആ ലക്ഷ്യപൂർത്തീകരണത്തിന്, അതായത് കർമ്മഫല ആസക്തി വെച്ചുകൊണ്ട് ഫലോദിഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ അവർക്ക് ചെയ്യേണ്ടി വരുന്നു. അത് വീണ്ടും അവരെ ഭൗതിക ലോകത്തിലേക്ക് കുടുങ്ങിക്കിടക്കാൻ ഇടയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പുനരഭി ജനനം, പുനരഭി മരണം, വീണ്ടും വീണ്ടും അവർക്ക് ഈ ഭൗതിക ലോകത്തില് ജനിച്ചു മരിച്ചു ഇങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. അപ്പൊ സത്വഗുണത്തിലേക്ക് എത്തിയാലും അതുകൊണ്ട് അത് നമ്മളെ ശരിയായ രീതിയിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വീണ്ടും നമുക്കിവിടെ കുടുങ്ങിക്കിടക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. അവർക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. വീണ്ടും വീണ്ടും അവർക്ക് തത്വചിന്തകനായോ ശാസ്ത്രജ്ഞനായോ കവിയായോ പിറവിയെടുത്ത് ജനന മരണ ക്ലേശങ്ങളിൽ അകപ്പെടുകയാവും ഫലം. എന്നിട്ടും ഭൗതിക ശക്തിയുടെ മോഹവലയത്താൽ അതാണ് സുഖമെന്നവര് ചിന്തിക്കുന്നു. കാരണം എന്താണ്? അവര് ഇല്യൂഷനിലാണ്, അവര് മായയിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ വിചാരം എന്താണ്? ഇതാണ് ശ്രേഷ്ഠം. കാരണം അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട്. അപ്പം ഇവിടമാണ് സുഖം, ഇതാണ് യാഥാർത്ഥ്യം എന്നവര് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശരിയായിട്ടുള്ള യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ അവര് പരിശ്രമിക്കുന്നില്ല, അതിനവര് സമയം കണ്ടെത്തുന്നുമില്ല. അതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തില് കുടുങ്ങി കിടക്കേണ്ടി വരുന്നു. ഇനി അടുത്തത് രജോ ഗുണികൾ എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത്. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതത്രേ രജോ ഗുണം. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ആഗ്രഹങ്ങള്, തൃഷ്ണ പറഞ്ഞ ആഗ്രഹങ്ങള് കൂടി കൂടി വന്നു കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളില് രജോ ഗുണം വർദ്ധിച്ചു വരും. അങ്ങനെ ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മള് എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 3:37, കാമേഷ ക്രോധേഷ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്നാണ് കാമക്രോധ ലോഭമോഹങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ ഉള്ളിലെ രജോ ഗുണം കൂടും തോറും നമ്മളുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ വർദ്ധിക്കും. അപ്പൊ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കും. പക്ഷെ അതിന്റെ ഫലം നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടന്നില്ല എങ്കിൽ എന്ത് വരും? നമുക്ക് ക്രോധം വരും, ഇല്ലേ? ക്രോധം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്രോധാത് ഭവതി സമോഹ, സമോഹാത് സ്മൃതി ഭ്രംശ ബുദ്ധിനാശം, ബുദ്ധിനാശാത് വിനശ്യതി. ഇത് നമ്മളെ അധപ്പതിക്കാൻ ഇടയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ക്രോധം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി നശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. അത് നാശത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ രജോ ഗുണത്തിന്റെ മുഖ്യ സ്വഭാവം ഇവിടെ കാമമാണ്. അതായത് സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോ ഗുണത്തിന്റെ മുഖ്യ സ്വഭാവം, അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ എന്താ പറയുന്നത്? രജോ ഗുണം. ഈ രജോ ഗുണം വളർന്നു കഴിഞ്ഞാല് ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യം, അതായത് ഇന്ദ്രിയാസ്വാദനത്തിനുള്ള വാസന കൂടി കൂടി വരുന്നു. അപ്പം എത്ര സുഖം കിട്ടിയാലും മതി വരാതെ വരും. അപ്പൊ പല വഴിയിലേക്ക് മനുഷ്യന്റെ ബുദ്ധി തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പൊ രജോ ഗുണ സ്വഭാവയുടെ ആസക്തി എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനാണ്. അത് നേടണമെങ്കിലോ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടി വരും, ഇല്ലേ? സമൂഹത്തില് ഒരു മാന്യനാകണമെങ്കിൽ സമൂഹത്തിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലർക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ അതിൽ ശോഭിക്കാനായിരിക്കും, വലിയ നേതാവാകാനാണ് ആഗ്രഹമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. പക്ഷെ ഇതിലൊക്കെ വിജയിച്ചില്ലെങ്കിലോ നിരാശയാണ് ഉണ്ടാവുക, അതും നാശത്തിന് ആകുകയാണ് ചെയ്യുന്നത്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഉയർന്ന പദവി ലഭിക്കണം. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം? സന്തുഷ്ടമായിരിക്കണം. ഇല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ കുടുംബത്തിൽ നിന്ന് സന്തോഷം കിട്ടിയെങ്കിൽ നമുക്ക് പൊതുപ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കിട്ടുകയുള്ളൂ.
അപ്പം നല്ല വീട് വേണം, നല്ലവരായ മക്കൾ വേണം, ഭാര്യ ഉണ്ടാവണം. ഇതെല്ലാം എന്തിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണ്? രജോ ഗുണത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഈ കാര്യസാധ്യത്തിന് വേണ്ടി അവർക്ക് അവരുടെ ആയുസ് മുഴുവൻ ഇങ്ങനെ ഇതിനായിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു. പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കുക, തന്റെ കുടുംബത്തിന്റെ ആനന്ദം നിലനിർത്തുക, ഇതിനെല്ലാം വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അയാൾ തന്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാവുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നു എന്നിവിടെ പറഞ്ഞത്. അപ്പം ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അപ്പം ഫലോദിഷ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ത്രിഗുണങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ ബന്ധനത്തിലാവുകയും ഈ ഭൗതിക ലോകത്തില് ഒരിക്കലും പുറത്തു കടക്കാത്ത വിധത്തിൽ ഇവിടെ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഭാര്യ മക്കളെയും സമൂഹത്തെയും സന്തോഷിപ്പിക്കാനും തന്റെ അന്തസ്സ് നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തരമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നു. അങ്ങനെ തന്റെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ ആ സുഖം ആസ്വദിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക മാത്രം, വേറെ ഒന്നിനും സമയം കിട്ടില്ല. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനോ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാനോ ഒന്നും ആ വ്യക്തിക്ക് അവസരം അതിനൊന്നും സമയമില്ലാതാണ് വരുന്നത്. അങ്ങനെ ഭൗതിക ലോകത്തിലുള്ളവർ മുഴുവൻ ഏകദേശം ഒരു 95% ആൾക്കാര് രജോ ഗുണത്തിൽപ്പെട്ടാണ് കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആധുനിക സംസ്കാരം രജോ ഗുണത്തിന്റെ നിലവാരത്തിലാണ് പുരോഗമിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഓരോ കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത്. ഓരോ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ ബന്ധനത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ വ്യക്തിയുടെ ഉള്ളിലെ രജോ ഗുണം വർദ്ധിച്ച് വരികയാണ് ചെയ്യുന്നത്. അതേസമയം ഇത് കലിയുഗത്തിന്റെ സവിശേഷതയാണ്. പക്ഷെ മുൻ യുഗങ്ങളിലെ ജനങ്ങൾ അങ്ങനെയായിരുന്നില്ല. അവർക്ക് ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു. സത്യയുഗം മുതലേ അവര് സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അതുകൊണ്ട് ഓരോ യുഗം കഴിയും തോറും ഇത് കുറഞ്ഞു വന്ന് കലിയുഗത്തില് സത്യവുമില്ല ധർമ്മവുമില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് വന്ന് പെട്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യന് സുഖം വേണം, ആനന്ദം വേണം. അതിനായിട്ടാണ് ഓരോ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതിനുള്ള വഴി കണ്ടെത്തുക. കൂടുതൽ പണം സമ്പാദിച്ച മനുഷ്യൻ അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സത്വഗുണം നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകത്തില്. സത്വഗുണത്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേർന്നാലും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കില്ല. ആ സാത്വികത വെച്ചിട്ട് നമ്മൾ ആധ്യാത്മികതയിൽ വന്ന് പുരോഗതി നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിന്റെ പുറത്ത് കടക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പൊ രജോഗുണികൾക്ക് അവർക്ക് രജോ ഗുണം വിട്ടിട്ട് സാത്വിക അവസ്ഥയിൽ എത്തണം. അവിടെ നിന്ന് വീണ്ടും വിശുദ്ധ സത്വത്തിന്റെ അവസ്ഥയിലേക്ക് എത്തണം. അപ്പൊ എത്രയോ സമയം വേണ്ടി വരും. ഈ ജന്മം കൊണ്ടൊന്നും ഇത് സാധിക്കില്ല എന്നിവിടെ ശ്രീല പ്രഭുപാദര് നമ്മളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഉയരാൻ നമ്മൾ പരിശ്രമിക്കണം. ഇനി അടുത്തത് തമോ ഗുണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. തമസ്തജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനം പ്രമാദാലസ്യ നിദ്ര അഭിസ്തനിബധ്നാദി ഭാരതാം. അപ്പൊ തമോ ഗുണികൾ എങ്ങനെയുള്ളവരാണ്? തമോ ഗുണികള് അജ്ഞരാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ രജോ ഗുണികൾ എങ്ങനെയുള്ളവരാണ്? ആനന്ദം, ഇല്ലേ, സുഖം അനുഭവിക്കാൻ ആഗ്രഹമുള്ളവരാണ്. അവർക്ക് ആനന്ദമാണ് കിട്ടുന്നത്. തമോ ഗുണികൾ അജ്ഞരാണ്, അജ്ഞതയിലാണ് തമോ ഗുണികൾ. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരങ്ങളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. അവരെപ്പോഴും ഒരു ഇല്യൂഷനിലാണ്. അവര് ഫുള്ളി ഏതിലാണ്? മായയിൽപ്പെട്ട് ഉഴറുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലം എന്താണ്? പ്രമാദം, അലസത, നിദ്ര. ഇതാണ് തമോ ഗുണികളുടെ ലക്ഷണം. ഇതൊക്കെ നമ്മൾ ഓരോ വ്യക്തികളുടെ പ്രവർത്തനത്തിൽ നിന്നും ഓരോ വ്യക്തികളുടെ പെരുമാറ്റത്തിൽ നിന്നും അവരേത് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തമോ ഗുണികളുടെ ലക്ഷണം പ്രമാദം, അവര് ഉന്മാദാവസ്ഥയിലാണ്. അങ്ങനെയുള്ളവര് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായിരിക്കും. അവർക്ക് കിട്ടുന്ന ആനന്ദം, ആ ആനന്ദം അനുഭവിക്കാനാണ് അവര് ആഗ്രഹിക്കുന്നത്. അതുപോലെ മടിയന്മാരായിരിക്കും, അലസത, ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. നിദ്ര, എപ്പോഴും ഇങ്ങനെ ഉറങ്ങാനാണ്, കിടന്നുറങ്ങുക, അതിൽ മാത്രമാണ് അവർക്ക് താല്പര്യം.
അപ്പം സത്വഗുണത്തിലാണെങ്കിൽ സത്വഗുണത്തില് നമുക്ക് ജ്ഞാനം കിട്ടുന്നു ഇല്ലേ? ആ ജ്ഞാനത്തോടെയാണ് നമ്മളുടെ പ്രവൃത്തികളെല്ലാം. പക്ഷെ തമോ ഗുണം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. തമോ ഗുണത്തിൽ എന്താ കിട്ടുക? അജ്ഞതയാണ്. അപ്പൊ അജ്ഞത മൂലമാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ ഏർപ്പെടുന്നത്. അപ്പൊ ശരീരസ്ഥനായ ആത്മാവിന്റെ പ്രത്യേക യോഗ്യതയാണ് എന്ത്? തമോ ഗുണം എന്ന് പറയുന്നത്. ഈ സത്വഗുണത്തിന്റെ നേരെ എതിര്, അതായത് ജ്ഞാനത്തിന്റെ നേരെ എതിരവസ്ഥയാണ് അജ്ഞത എന്ന് പറയുന്നത്. തമോ ഗുണികള് അജ്ഞരായിരിക്കും. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് ജ്ഞാന സമ്പാദനത്തിലൂടെ അറിവ് നേടാന്, വിവേകം നേടാന് സാധിക്കും. പക്ഷെ തമോ ഗുണികൾക്ക് അവരെത്ര പരിശ്രമിച്ചാലും അവർക്ക് ആ വിവേകം എന്ന് പറയുന്നത് അവർക്ക് കിട്ടില്ല. അത് അസാധ്യമാണ്. കാര്യവിവേചനത്തിന്റെ, അതായത് വിവേകം എന്ന് പറഞ്ഞാല് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി, അത് തമോ ഗുണികൾക്ക് കുറവായിരിക്കും. വിവേചന ശക്തി കുറവായിരിക്കും. സത്വഗുണത്തിലുള്ളവർക്ക് വിവേചന ശക്തി കൂടുതലായിരിക്കും. പക്ഷെ അവര് ഭൗതിക കാര്യങ്ങൾക്കാണ് അവരത് ഉപയോഗിക്കുക. തമോ ഗുണം ഉന്മാദത്തെ ഉളവാക്കുന്നു. ഉന്മത്തനായിട്ടുള്ള ഒരാൾക്ക് കാര്യങ്ങൾ, അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് തമോ ഗുണികൾക്ക് കുറവായിരിക്കും. സത്വഗുണത്തിലുള്ളവർക്ക് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ പുരോഗമിക്കേണ്ടതിന് പകരം അവരെ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. വസ്തു യാഥാത്മ്യ ജ്ഞാന അവരക്കം വിപര്യജ്ഞാന ജനകം തമഹ എന്നാണ് വൈദിക സാഹിത്യം തമോ ഗുണത്തെ നിർവചിച്ചിട്ടുള്ളത്. അതായത് തമോ ഗുണികൾ അജ്ഞാനത്തിൽ മുഴുകിയവരായിരിക്കും. അവർക്ക് ഒന്നിന്റെയും സത്യാവസ്ഥ അവർക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാന് സാധിക്കില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ബന്ധുക്കളൊക്കെ മരിക്കുന്നു. മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, ഇവരൊക്കെ മരിച്ചു പോകുന്നുണ്ട് ഇല്ലേ? പക്ഷെ എന്നിട്ടും നമ്മൾ എന്താ കരുതുന്നത്? പിന്നെയും നമ്മൾ ഈ കഷ്ടപ്പാടിന്റെ പിന്നാലെയാണ്, പിന്നെയും പണം സമ്പാദിക്കുക, സുഖിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കൊക്കെ. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളുടെ ഉള്ളില് തമോ ഗുണം ഉള്ളത് കൊണ്ടാണ്. അജ്ഞത മൂലമാണ് നമ്മൾ ഇതെല്ലാം മറന്ന്, യാഥാർത്ഥ്യം മറന്ന് നമ്മള് താൽക്കാലികമായതിന്റെ പിന്നാലെ നമ്മൾ പായുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ നശ്വരമാണ് നമ്മുടെ ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മരണം സുനിശ്ചിതമാണ് എന്ന് ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും, ഇത് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. എന്നിട്ട് ആളുകൾ വാരി കൂട്ടുന്നതിനായിട്ട് രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മളുടെ ജീവാത്മാവിനെ പറ്റി അല്ലെങ്കിൽ പരമാത്മാവിനെ പറ്റി നമ്മൾ അശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുമില്ല. അതിന് കാരണം എന്താണ്? നമ്മൾ ഉന്മാദാവസ്ഥയിലാണ്, ഒരു ഇല്യൂഷനിലാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉന്മാദം ബാധിച്ചവർ ആധ്യാത്മിക ജ്ഞാന മാർഗത്തിൽ പുരോഗമിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾ ഇതിലേക്ക് വരൂ, നാമം ജപിക്കൂ, സത്സംഗത്തിൽ വരൂ എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അവരെന്താ പറയുക? ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് വയസ്സാകട്ടെ അന്നേരം വരാം എന്ന്. പക്ഷെ വയസ്സാകുന്നതുവരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ പളപ്പള വാചകം അടിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് എണീക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ടോ? ഇല്ല. കാരണം മരണം എപ്പോഴും വരാം, ഏത് നിമിഷവും വരാം ഇല്ലേ? അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. അപ്പം ഇങ്ങനെയുള്ളവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല. പക്ഷെ അവരുടെ ബുദ്ധി അതിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നല്ലതിലേക്കുള്ള ബുദ്ധി അവർക്ക് ഇല്ല, ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. കാരണം അവർക്ക് അലസതയാണ്, ആലസ്യത്തിലാണ് അവരെപ്പോഴും. ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനായുള്ള സത്സംഗത്തിനെ ക്ഷണിച്ചാൽ പോലും അവരതിലെ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. രജോ ഗുണ സ്വഭാവികളെ പോലെ അവര് രജോ ഗുണികളാണെങ്കിൽ അധ്വാനിക്കും, തമോ ഗുണികളാണെങ്കിലും മടിയന്മാരാണ്. അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനും കൂടി താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് സുഖിക്കണം, സുഖം അനുഭവിക്കണം. അതിന് ആ സുഖം കിട്ടാൻ വേണ്ടി അവര് പല വഴികളിൽ പോകുന്നു, പലതരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ അവര് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആയാസം കൂടാതെ, അത് കഷ്ടപ്പെടാതെ പണം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ളവര് ഒക്കെ ഈ തമോ ഗുണികളാണ്. അതിനെ എന്ത് വഴിയും എന്ത് പ്രവൃത്തിയും ചെയ്യാൻ അവര് തയ്യാറാകും. യുധിഷ്ഠിര മഹാരാജാവിനോട് ഒരിക്കല് ചോദിച്ചു, ഈ ലോകത്തിലെ ഭൗതിക ലോകത്തിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന്. യുധിഷ്ഠിര മഹാരാജാവ് എന്തായാലും മറുപടി പറഞ്ഞത് മരണം ഇല്ലേ? കാരണം എന്താണ്? തങ്ങളുടെ മുൻപിലാണ് തങ്ങളുടെ ബന്ധുക്കളെല്ലാം മരിച്ചു പോകുന്നത്. പക്ഷെ എന്നിട്ടും മനുഷ്യൻ ഇത് മനസ്സിലാക്കാതെ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാനുള്ള ധനസമ്പാദനത്തിന് വേണ്ടി
തന്റെ ആയുസ് പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് അതിന് മറുപടി പറഞ്ഞു. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതെന്ന്. ശരിയാണ്. പക്ഷെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു, നമുക്ക് ജീവിക്കണം. ജീവിക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. പക്ഷെ ഒരു പരിധി വരെ, മുഴുവൻ സമയവുമല്ല. ആ 8 മണിക്കൂർ ജോലി പറഞ്ഞ 8 മണിക്കൂർ പണിയെടുക്കുക, ബാക്കി 16 മണിക്കൂർ ബാക്കിയുണ്ട് ഇല്ലേ? അതിൽ 6 മണിക്കൂറാണ് ശ്രീല പ്രഭാതര് നമുക്ക് ഉറങ്ങാൻ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. 6 മണിക്കൂർ കഴിഞ്ഞാല ഇപ്പൊ 8 6 14, പിന്നെയും 10 മണിക്കൂർ ബാക്കിയുണ്ട്. അതില് ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാലും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലൊരു 2 മണിക്കൂറെങ്കിലും നമുക്ക്, 2 അല്ല, ഒരു 3 മണിക്കൂർ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾക്കായിട്ട് നീക്കി വെക്കാം, ഇല്ലേ? നമുക്ക് തിരുനാമം ജപിക്കാനും ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ബാക്കി സമയം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മള് 1 മിനിറ്റ് പോലും നമ്മളുടെ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. ഇത് മുഴുവൻ നമ്മളുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയമെല്ലാം ഉപയോഗിക്കുന്നത്. ആവശ്യത്തിൽ ഉള്ളതിലേറെ ഉറങ്ങുന്നതാണ് തമോ ഗുണബാധിതരുടെ മറ്റൊരു ലക്ഷണം. ഇത് വ്യക്തമായിട്ട് നമുക്ക് ശ്രീല പ്രഭുപാദരെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ ബോധവാന്മാരാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളുടെ തലയിൽ കയറുന്നില്ല. മനുഷ്യന് ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ ഉറങ്ങേണ്ടതുള്ളൂ. എന്നാൽ തമോ ഗുണത്തിലുള്ളവരോ 10-12 മണിക്കൂർ ഉറങ്ങുകയാണ്. എന്നാലും അവർക്ക് ഉറക്കം മതിയാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെങ്ങനെയാണ്? വിഷാദഗ്രസ്തനായിട്ടും നിദ്രാലുക്കളായിട്ടും കാണപ്പെടുന്നു. അങ്ങനെയുള്ളവര് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവനുമായിരിക്കും. ഇതൊക്കെ തമോ ഗുണികളുടെ ലക്ഷണങ്ങളാണ്. അപ്പം സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് ആനന്ദം, സുഖം, ഇവ കൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെടും. രജോ ഗുണമാണെങ്കിലോ അതുപോലെ സത്വഗുണികൾക്ക് ജ്ഞാനം ഉണ്ടാവും. അപ്പം രജോ ഗുണമാണെങ്കിലോ നമുക്ക് ഫലോദിഷ്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഫലം ആസ്വദിക്കാനുള്ള പ്രവണത നമ്മളിൽ ഉണ്ടാവും. തമോ ഗുണികളാണെങ്കിലോ അലസരായിരിക്കും. ആലസ്യം, പ്രമാദം, ഇതൊക്കെ നമ്മളിൽ കൂടി വരും. ഇപ്പൊ 3 ഗുണങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടിക്കാണുമല്ലോ, അല്ലേ? ഏതെങ്കിലും ഒരു ഗുണം മാത്രം ഉണ്ടായിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. സത്വം സുഖേ സഞ്ജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യത. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സത്വഗുണത്തിന്റെ, രജോ ഗുണത്തിന്റെ, തമോ ഗുണത്തിന്റെയും ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. സത്വഗുണം കൂടിക്കഴിഞ്ഞാല് സുഖം, ആനന്ദം കൂടും. അത് ഈ ഭൗതികമായിട്ടുള്ള ബന്ധനത്തിന് കാരണമാകുകയാണ് ചെയ്യുന്നത്. രജോ ഗുണം കൂടിക്കഴിഞ്ഞാൽ നമ്മള് ഭോഗാസക്തി, ത്രിഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ഫലോദിഷ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പൊ നമ്മളുടെ ഉള്ളില് ഭോഗം, സുഖം അനുഭവിക്കാൻ ഭോഗ ആസക്തി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ തമോ ഗുണത്തെ കുറിച്ചാണ് പറയുന്നത്. തമോ ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ജ്ഞാനത്തെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് അജ്ഞരാകുന്നു, അജ്ഞാനികളാകുന്നു, അജ്ഞതയിൽപ്പെട്ട് ഉഴറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അജ്ഞതയും ഉന്മാദം എന്ന് പറയുന്നത് തമോ ഗുണം. നിദ്രയും കൂടി വരും. അവർക്ക് എത്ര ഉറങ്ങിയാലും മതിയാവില്ല. അപ്പൊ ഇതൊക്കെ നമ്മളെ ഇവിടെ തളച്ചിടാൻ മാത്രമാണ് സഹായിക്കുന്നത്. സത്വഗുണമായാലും രജോ ഗുണമായാലും തമോ ഗുണമായാലും നമ്മളിവിടെ ബന്ധനസ്ഥരാവുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇതിനപ്പുറം കടക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യേക വിജ്ഞാന മേഖലയിൽ പ്രവർത്തന നിരതനായിരിക്കുന്ന തത്വചിന്തകനോ ശാസ്ത്രജ്ഞനോ വിദ്യാവിചക്ഷണനോ ആ വഴിയിൽ തൃപ്തനായേക്കാവുന്നതുപോലെ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി തന്റെ പ്രവർത്തനങ്ങളിലും ബുദ്ധിവിഷയകരമായ നേട്ടത്തിലും തൃപ്തനാണ്. കാരണം എന്താ? ജ്ഞാനം കൊണ്ട് ധാരാളം സമ്പാദിക്കാൻ സാധിക്കും, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ പരിപൂർണമായിട്ട് ഈ ഭൗതിക ലോകം സത്വഗുണികളെ സംബന്ധിച്ചിടത്തോളം ഇത് മതി, ഞങ്ങൾക്ക് ഇവിടെയാണ് സുഖം എന്നുള്ള ചിന്താഗതിയാണ് അങ്ങനെയുള്ളവർക്ക്. അയാൾ നേടാൻ കഴിയുന്നത്ര നേടുകയും, രജോ ഗുണികൾ
ആ നല്ല കാര്യം. പക്ഷെ രജോഗുണികള് അവര് കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചാലും എല്ലാവരും ഇല്ല, ചിലര് നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നു. പക്ഷെ എങ്ങനെയുള്ള നല്ല കാര്യമാണ്? സമൂഹത്തിന് നന്മ വരുന്ന, അതേസമയം സമൂഹത്തിന് നന്മ വരികയും വേണം, തന്റെ പോക്കറ്റ് കീശ വീർക്കുകയും വേണം. അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ തുറക്കും, സ്കൂളുകൾ തുറക്കും, മറ്റ് എന്താ പറയുക, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ തുടങ്ങാൻ അവര് പ്രേരിതരാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ സ്ഥാപിച്ച് അവർക്ക് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ അവര് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹ പൂർത്തീകരണമാണ് രജോ ഗുണികള് എല്ലാം ഉണ്ടാവുക. അതിനുവേണ്ടി അവര് പേര് പ്രശസ്തിയും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് ധാരാളം ദാനം ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? യശസ്സിന് വേണ്ടിയിട്ട്. ഇതാണ് രജോ ഗുണികള് ചെയ്യുന്നത്. തമോ ഗുണികളാണെങ്കിൽ അവരുടെ ജ്ഞാനം ആവരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കും ഗുണമില്ല, മറ്റുള്ളവർക്കും ഇവരെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും, തനിക്ക് ഗുണം വരുന്ന പ്രവൃത്തികൾ അവർ ചെയ്യത്തുമില്ല, മറ്റുള്ളവർക്ക് ഗുണം വരുന്ന പ്രവൃത്തികളിൽ അവരെ ഏർപ്പെടുത്തുമില്ല. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത, രജഃ സത്വം തമശ്ചൈവ തമഃ സത്വം രജസ്തഥാ. അപ്പം എല്ലാവരിലും ഉണ്ട് ഈ 3 ഗുണങ്ങൾ. ഇത്ര നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയെങ്കിലും നമ്മളുടെ ഉള്ളില് സത്വഗുണവുമുണ്ട്, രജോ ഗുണവുമുണ്ട്, തമോ ഗുണവുമുണ്ട്. പക്ഷെ നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ട് ഇതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അല്ലയോ ഭാരത? ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്നു. മറ്റ് ചിലപ്പോൾ തമസ് സത്വരജസ്സുകളെയും കീഴടക്കുന്നു. ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ രജോ ഗുണവും തമോ ഗുണവും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കും. അപ്പം നമ്മൾ വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്യുക. രജോ ഗുണികളാകും, അല്ലെങ്കിൽ തമോ ഗുണികളാകുകയാണ് ചെയ്യുക. രജോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ സത്വ തമസ്സുകൾ പരാജയപ്പെടുന്നു. തമസാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ രജസത്വ ഗുണങ്ങൾക്കാണ് തോൽവി. സത്വഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ രജസ്തമോ ഗുണങ്ങൾ പരാജയപ്പെടുന്നു. ഈ മത്സരം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? കൃഷ്ണാവബോധത്തിൽ തന്നെ നമ്മൾ നിൽക്കണം. ഒരു കാരണവശാലും കൃഷ്ണാവബോധം വിട്ട് നമ്മൾ പോകാൻ പാടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നമ്മൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതാണ് ഞാൻ ശ്ലോകം പറഞ്ഞത്, വ്യവസായികാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. ഈ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ ബുദ്ധി, അവരുടെ ദൃഢനിശ്ചയത്തോടെ മുന്നേറുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരില് ഈ ത്രിഗുണങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്ന സത്വം മാത്രമാകും. ആ സത്വത്തിൽ നിന്ന് നമുക്ക് വിശുദ്ധ സത്വത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്തോടെ യാത്ര പറയാൻ, എന്നേക്കുമായിട്ട് യാത്ര പറയാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ആഹാര രീതിയിൽ നിന്നാണ് തുടക്കം. ആഹാര രീതി മുതൽ നമ്മൾ അതിൽ ചിട്ടപ്പെടുത്തണം. അതിനാണ് ശ്രീല പ്രഭു അതിന് നമുക്ക് 4 യമനിയമങ്ങൾ തന്നിരിക്കുന്നത്. ആ യമനിയമങ്ങൾ നമ്മൾ കർശനമായിട്ട് പാലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ സത്വ അവസ്ഥയിലെത്തി ആ സാത്വിക അവസ്ഥയിൽ നിന്ന് വിശുദ്ധ സത്വത്തിലേക്ക് കടക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മൾ ആ യമനിയമങ്ങൾ പാലിക്കുന്നതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ കൂടി മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് നിരന്തരമായിട്ടുള്ള പരിശീലനം കൊണ്ട് സത്വഗുണം മാത്രമായിട്ട് സത്വഗുണത്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പ്രഭുപാദര് പറയുന്നുണ്ട്. അങ്ങനെ സത്വഗുണം വളർത്തി രജസ്തമസ്സുകളെ തോൽപ്പിക്കാം, രജോ ഗുണം വർദ്ധിപ്പിച്ച് സത്വ തമസ്സുകളെ കീഴടക്കാൻ, അതായത് നമുക്ക് ഉയരാനും അധപതിക്കാനും നമുക്ക് സാധിക്കും. അതിനായിട്ടാണ് ത്രിഗുണങ്ങൾ നമ്മളുടെ ഉള്ളിലുള്ളത്. ഭൗതികതയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ത്രിഗുണങ്ങളിൽ പെടുന്നത്. അങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് സത്വഗുണത്തിൽ മാത്രമായിട്ട് നമുക്ക് ആ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പിന്നീട് നമുക്ക് അതിനെയും അതിക്രമിച്ച് ആധ്യാത്മികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആധ്യാത്മിക തലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സത്വഗുണാവസ്ഥയും അതിക്രമിച്ചിട്ട് വാസുദേവാവസ്ഥ, അതാണ് വിശുദ്ധ സത്വം എന്ന് പറയുന്നത്. വാസുദേവാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. ഇതിനായിട്ട്
തിട്ടപ്പെടുത്തി എടുക്കണം. ഇവിടെയാണ് ഒരാൾ ഈശ്വരശാസ്ത്ര അഭിജ്ഞനാകുന്നത്. അപ്പോൾ നമ്മൾ ആ വസുദേവ അവസ്ഥ അല്ലെങ്കിൽ വിശുദ്ധ സത്വത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ വെളിവാക്കപ്പെടും. അങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കും. ഒരു മനുഷ്യനിൽ ഏതു ഗുണത്തിനാണ് സ്വാധീനതയെന്ന് അയാളുടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നും അയാളുടെ പ്രവൃത്തി കൊണ്ടും നമുക്ക് മനസ്സിലാക്കാം ഏതു തലത്തിലാണ് ആ വ്യക്തി സ്ഥിതി ചെയ്യുന്നത് എന്ന്. ഇനി അടുത്ത ശ്ലോകം. സർവദ്വാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുതഃ. അപ്പൊ ഇവിടെ സത്വഗുണത്തിന്റെ പ്രഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് ഒന്ന് ചുരുക്കി പറയാം, പിന്നീട് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും നവദ്വാരേ പുരേ ദേഹി. നമുക്ക് നമ്മുടെ ശരീരത്തിന് 9 വാതിലുകളുണ്ട്. അപ്പൊ 9 വാതിലുകളും ജ്ഞാനം കൊണ്ട് പ്രകാശപൂരിതമായി കഴിയുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം നമ്മളിൽ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. 2 കണ്ണ്, 2 ചെവി, 2 നാസാദ്വാരങ്ങൾ, വായ, ലിംഗം, മലദ്വാരം, ഇങ്ങനെ 9 ദ്വാരങ്ങളാണ് നമ്മളുടെ ശരീരമെന്ന് പറയുന്നത്. അപ്പം ഇവയെല്ലാം സാത്വികത പ്രകടമാകും. സാത്വികമായിട്ടുള്ള ലക്ഷണങ്ങളെ പ്രകടമാകുമ്പോൾ നമ്മളെ സത്വഗുണത്തിന്റെ തലത്തിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിൽ തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാകും. ആ നിലയില് ശരിയായ രീതിയിൽ വസ്തുക്കളെ കാണാനും കേൾക്കാനും അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാധിക്കുന്നു. അപ്പൊ അവരെ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും അങ്ങനെയുള്ളവരെ പരിശുദ്ധരാണ് എന്ന് മനസ്സിലാക്കണം. നവദ്വാരങ്ങളിലും പ്രവൃത്തമായ സന്തുഷ്ടിയുടെ ലക്ഷണങ്ങള് പ്രകടമാകും. അങ്ങനെയുള്ളവരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ആ വ്യക്തി സത്വഗുണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നമ്മൾ ആരാണ്, ഏത് ഗുണത്തിലാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സംശയവും ഇല്ലയോ? ഇനി കമന്റ്സ്? മാതാജി, ഒരു കോമ്പറ്റീഷൻ നടത്തിയാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതിൽ ആര് ജയിക്കും? അവരവരുടെ ഉള്ളിലുള്ള ഇതിനനുസരിച്ചിട്ടാവും അത് പുറത്തേക്ക് വരിക. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തമ്മിലായിരിക്കും അവിടെ കോമ്പറ്റീഷൻ വരിക. ഇതിൽ ഏത് സ്വഭാവ ഗുണമാണ് ആ വ്യക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് വരിക. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയോട് ആദരപൂർവ്വം നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ